ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റുകൾ യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടതയുടെ കൊടുങ്കാറ്റ് വന്നു. ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. യോബിൻ്റെ ജീവിതത്തിൽ രോഗത്തിൻ്റെ കൊടുങ്കാറ്റ് വന്നു. ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ്. യോബിൻ്റെ ജീവിതത്തിൽ നിരാശയുടെ കൊടുങ്കാറ്റ് വന്നു. ദ ടെമ്പസ്റ്റ് ഓഫ് ഡെസ്പെയർ. ദൈവത്തിന് സ്തോത്രം. സങ്കടകരമായ കാര്യം പിന്നെ വന്നത്, യോബിൻ്റെ ജീവിതത്തിൽ വന്നത് ടെമ്പസ്റ്റ് ഓഫ് സെൽഫ് റൈറ്റിയസ്നെസ്. സ്വന്തം ഹൃദയത്തിൽ തന്നെയുള്ളതായ സ്വയനീതിയുടെ കൊടുങ്കാറ്റ്. പിന്നെയുള്ള അധ്യായങ്ങളൊക്കെയും വായിക്കുമ്പോൾ കാണാം, അത് 2 അധ്യായം കഴിഞ്ഞ് 38-ാം അധ്യായം വരെ വായിക്കുമ്പോൾ കാണാം യോബ് വാദിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സ്നേഹിതന്മാർ പറയുന്ന വാക്കുകളുണ്ട്. എന്നാൽ യോബ് പറയുന്നിടത്തെല്ലാം യോബിൻ്റെ സ്വയം മുഴച്ചു നിൽക്കുകയാണ്. അവിടെ സ്വയം എന്നാണ് അവിടെ പുറത്ത് കാണുന്നത്. യോബ് തന്നെത്താൻ ഒരു നീതിമാനെന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. ശരിയാണ്, യോബ് നീതിമാനാണ്. ദൈവം തന്നെ പറഞ്ഞല്ലോ, യോബിനെ പോലെ നീതിമാനാരുമില്ല, നീതിമാനാണ്. പക്ഷെ ദൈവം അങ്ങനെ പറഞ്ഞു, ദൈവത്തിന് കരുണ. ഒരിക്കലും യോബ് സ്വന്തമായിട്ട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. യോബിന് സ്വന്തമായിട്ട് ഞാൻ നീതിമാനെന്ന് തോന്നാൻ പാടില്ലായിരുന്നു. അവിടെയാണ് തെറ്റുപറ്റിയത്. സ്വയനീതിമാൻ എന്നുള്ളതായ ആ ചിന്താഗതി ഒരു കൊടുങ്കാറ്റ് പോലെ യോബിനെ ചുഴറ്റി അടിച്ചു. ആ കൊടുങ്കാറ്റിൽ യോബ് വീണുപോയി. ആ വലിയ കൊടുങ്കാറ്റ്, സ്വയനീതിയുടെ കൊടുങ്കാറ്റ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മൾ പലരും പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, വീടുതോറും കയറി സുവിശേഷം പറയുന്നവരുണ്ട്. കർത്താവിൻ്റെ വേല അനേകരെ അത് പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം കർത്താവിൻ്റെ വചനത്തിലേക്ക് അനേകരെ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. പലപ്പോഴും നാം കുറച്ച് പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുന്നുണ്ട്, ഉപകാരം ചെയ്യുന്നുണ്ട്, പഠിക്കാൻ സഹായം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രോഗത്തിന് ചികിത്സയ്ക്ക് സഹായം ചെയ്യുന്നുണ്ട്. പലതും ചെയ്യുന്നുണ്ടല്ലോ. ഓരോരുത്തരും അവരുടെ നിലയിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഒന്നുകൊണ്ട് പോലും നമുക്ക് ഒന്നുമില്ല. കർത്താവ്, നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. നീ തന്നത്, നിൻ്റെ കൃപയാൽ നീ എനിക്ക് തന്നത് ഞാനത് വിനിയോഗിക്കുന്നു. നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. നിൻ്റെ കൈ വലിച്ചാൽ ഞാൻ ശൂന്യമായി പോകും. നിൻ്റെ കൈ എന്നിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നുമില്ലാത്തനായിത്തീരും. നിൻ്റെ കൃപ എൻ്റെ മേലുള്ളത് കൊണ്ടാണ് ഇത്രയെല്ലാം സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ സെൽഫ് റൈറ്റിയസ്നെസ് അതൊരു മഹാപാതകമാണ്. എപ്പോഴും വിനയാന്വിതരായിരിക്കണം. വിനയം, താഴ്മ, എളിമ. നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ദൈവമക്കൾ ഓരോരുത്തരും അതൊരു സ്വന്തം ശീലമാക്കി വളർത്തിയെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. താഴ്മ, എവിടെയും താഴ്മ. എന്ത് ഉയരാനുണ്ട്? എന്താണ് നമുക്ക് അഭിമാനിക്കാനുള്ളത്? ശരിക്കും ചിന്തിച്ചാൽ നമുക്ക് എന്താ അഭിമാനിക്കാനുള്ളത്? ഒരു നിമിഷ നേരം കൊണ്ട് തീരാനുള്ളതല്ലേ ഉള്ളൂ. ഒറ്റ നിമിഷ നേരം കൊണ്ട് എന്തിൽ പ്രശംസിക്കാനുണ്ട്? ഇന്ന് നാം മനോഹരമായ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഈ ശരീരം നിർജ്ജീവമാകാൻ പോകാൻ എന്തിനു നേരം വേണം? നാം ഇന്ന് കോതി മിനുക്കും തലമുടിയെല്ലാം നിർജ്ജീവമായി പോകാൻ എത്ര നേരം വേണം? നമ്മുടെ കൈകളും കാലുകളും നിശ്ചലമാകാൻ എത്ര നേരം വേണം? ഈ ഭൂമിയിൽ ഇന്ന് നാം ആരോഗ്യത്തോടെ ഉത്സാഹഭരിതരായി നാം ജീവിക്കുന്നു. പക്ഷേ എത്ര നേരമുണ്ട്? എപ്പോഴാണ് കടന്നു പോകുന്ന ആർക്കറിയാം? ഒരു പ്രത്യേക കാരണമൊന്നുമില്ല. പെട്ടെന്ന് കടന്നു പോകുന്നു മനുഷ്യർ. എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് വരണമെന്നില്ല. ഏതെങ്കിലുമോ ചില കാര്യങ്ങളാൽ അറിഞ്ഞുകൂടാ നാം ഒരിക്കലും ചിന്തിക്കാത്ത ചില വശങ്ങളിൽ കൂടിയായിരിക്കും ആപത്ത് വരുന്നത്. നാം ഒരിക്കലും നിരൂപിക്കാത്ത ചില വശങ്ങളിൽ കൂടിയായിരിക്കും രോഗം അഥവാ മരണം വരുന്നത്. സംഭവിക്കാം. ഒന്നിലും അഭിമാനിക്കാനില്ല. നമുക്കൊന്നിലും അഭിമാനിക്കാനില്ല. വിദ്യാഭ്യാസത്തിൽ അഭിമാനിക്കാനില്ല, പഠിത്തത്തിൽ അഭിമാനിക്കാനില്ല, നമ്മുടെ ആത്മീയ വേലകളിൽ അഭിമാനിക്കാൻ ഒന്നുമില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് അവിടെ അഭിമാനിക്കാനുള്ളൂ, എനിക്ക് പ്രശംസിക്കാനതേ ഉള്ളൂ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. അതേ ഉള്ളൂ, എനിക്ക് പ്രശംസിക്കാനതേ ഉള്ളൂ. എനിക്ക് ആകെയുള്ള അഭിമാനം യേശുക്രിസ്തു എനിക്ക് വേണ്ടി ജീവിച്ചു, യേശുക്രിസ്തു എനിക്ക് വേണ്ടി ജീവിക്കുന്നു, യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിരിക്കുന്നു, യേശുക്രിസ്തു ഇന്നും എനിക്ക് വേണ്ടി കരുതുന്നു മാത്രം. വേണമെങ്കിൽ ലോകപ്രകാരം പറഞ്ഞാൽ അഭിമാനിക്കാൻ വകയുള്ള ചെറുപ്പക്കാരനായിരുന്നു സെൻറ്റ് പോൾ. ധാരാളം അഭിമാനിക്കാനുണ്ടായിരുന്നു. നല്ല വിദ്യാവൈഭവമുള്ള ആളായിരുന്നു. അന്നത്തെ രീതിയിൽ പറഞ്ഞാൽ അന്നത്തെ ഗ്രീക്ക് ഫിലോസഫി എല്ലാം പഠിച്ച ആളായിരുന്നു. യവന തത്വശാസ്ത്രം മുഴുവൻ പഠിച്ച ആളായിരുന്നു. മതപരമായി പറയുകയാണെങ്കിൽ
എബ്രായ ഭാഷ പഠിച്ച് എബ്രായ ഭാഷയിലെ ആരാധനകളെല്ലാം നടത്തുന്നയാളായിരുന്നു. സന്നദ്ധി സംഘത്തിലെ സുപ്രീം സിനഡിലെ അംഗമായിരുന്നു. യഹൂദമതത്തിൽ മുൻപനായിരുന്നു. ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. 8-ാം നാളിൽ പരിച്ഛേദനേറ്റനായിരുന്നു. എല്ലാം ചിട്ടപ്രകാരം ജീവിച്ചു വന്നവനായിരുന്നു. നല്ല ഊർജ്ജസ്വലതയുള്ള രോഗമായിരുന്നു. ശരിയെന്ന് തോന്നുന്നതിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്ന ചെറുപ്പക്കാരനായിരുന്നു. നല്ല വിദ്യാഭ്യാസം, നല്ല ഊർജ്ജസ്വലത, നല്ല ചെറിയുറുക്ക്, നല്ല ചുണക്കുട്ടിയെപ്പോലെ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന നല്ല കഴിവുള്ള ചെറുപ്പക്കാരൻ. പക്ഷേ ഇതെല്ലാം ഓർത്തിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഇതെല്ലാം ഇപ്പോൾ എനിക്ക് ചപ്പും ചവറുമായി ഞാൻ കണക്കാക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലെ വാക്യം ഒന്ന് വായിക്കൂ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായയിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകപ്രകാരം എന്തെല്ലാം പറയാനുണ്ടെങ്കിലും എന്തെല്ലാം അഭിമാനിക്കാനുണ്ടെങ്കിലും എല്ലാം പറയിലേക്ക് തള്ളി മാറ്റി, എല്ലാം പറയിലേക്ക് മാറ്റി, എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി. തുടർന്ന് വായിക്കുമ്പോൾ കാണാം ചപ്പെന്നും ചവറെന്നും എണ്ണിയെന്ന്. എല്ലാം ചപ്പും ചവറുമായി കണക്കാക്കി. ഇതിനൊന്നൊരു വിലയുമില്ല. വിദ്യാഭ്യാസം, മികച്ച വിദ്യാഭ്യാസം, ഒരു വിലയും തോന്നുന്നില്ല എനിക്കിപ്പോൾ. അതാണ് പറയുന്നത്. അതൊന്നും വിലയില്ല. ഇന്ന് ക്രിസ്തു നിമിത്തം ഞാൻ ഭോഷനായിരിക്കുന്നു. ക്രിസ്തു നിമിത്തം ഭോഷൻ. ഒരു ലേഖനത്തിൽ പറയും, ഞാൻ ക്രിസ്തു നിമിത്തം ഭോഷനായിരിക്കുന്നു. ക്രിസ്തു നിമിത്തം ഭോഷൻ, ഫൂൾ ഫോർ ക്രൈസ്റ്റ് സെയ്ക്ക്. ക്രിസ്തുവിന് വേണ്ടി ഞാനൊരു മണ്ടനായിരിക്കുന്നു. ഫൂൾ ഫോർ ക്രൈസ്റ്റ് സെയ്ക്ക്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ആദ്യം എടുത്താൽ FFCS എന്ന് കിട്ടും. FFCS. സെൻറ്റ് പോളിൻ്റെ ഡിഗ്രി FFCS ആയിരുന്നു. ഫൂൾ ഫോർ ക്രൈസ്റ്റ് സെയ്ക്ക്. നെറ്റിപ്പട്ടം, ഇവൻ യഹോവയ്ക്ക് വിശുദ്ധം. നെറ്റിയിൽ ഒരു പട്ടം കെട്ടിയിരിക്കുന്നു. അങ്ങനെ എഴുതി വെച്ചെന്നല്ല, അതായിരുന്നു ജീവിതത്തിൻ്റെ ആദർശം. യഹോവയ്ക്ക് വിശുദ്ധം. പിന്നെ പിറകിൽ എഴുതി വച്ചിരിക്കുന്നു ഫൂൾ ഫോർ ക്രൈസ്റ്റ് സെയ്ക്ക്. നോക്കുമ്പോൾ ആരും കാണും ഒരു മണ്ടനായ മനുഷ്യൻ, ക്രിസ്തുവിന് വേണ്ടി മണ്ടനായി വിട്ടിയായ മനുഷ്യൻ. ഫൂൾ ഫോർ ക്രൈസ്റ്റ് സെയ്ക്ക്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതെല്ലാം തുറന്നു പറയാൻ മടിയില്ല, തുറന്നു പറയുകയാണ്. എനിക്കാകെയുള്ള സമ്പത്ത് ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുള്ളത് മാത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളത് കാണണം. നിങ്ങൾ എന്തോരം വലിയ പുരാതന കുടുംബമായാലും ശരി, മെത്രാച്ചന്മാരുടെ കുടുംബമായാലും ശരി, അല്ല അച്ഛന്മാരുടെ കുടുംബമായാലും ശരി, അല്ല നിങ്ങൾ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുടുംബമായാലും ശരി, നിങ്ങൾക്ക് എന്തെല്ലാം പദവികളും പ്രതാപങ്ങളും പ്രൗഢികളും ഉണ്ടെങ്കിലും ശരി, എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ഓർത്തുകൊള്ളണം, കർത്താവേ ഞാൻ എല്ലാം പൂജ്യം, എല്ലാം പൂജ്യം, ഒന്നും മാന്യമായി ഞാൻ കാണുന്നില്ല. കർത്താവേ നീ എന്നെ സ്നേഹിച്ചു എന്നുള്ളത് മാത്രമാണ് എൻ്റെ സ്വത്ത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ എന്നെ സ്നേഹിച്ചു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ധനം. എന്നോട് നിനക്ക് കരുണ തോന്നി എന്നുള്ളതാണ് എൻ്റെ ധനം. എൻ്റെ നീചാവസ്ഥയിൽ എന്നെ കടന്നു വന്ന് എന്നെ അവിടെ നിന്ന് പിടികൂടി എന്നുള്ളതാണ് എൻ്റെ സ്വത്ത്. ഞാൻ ഒന്നും അറിയാതിരുന്ന സമയത്ത്, ഒന്നും വിവരമില്ലാതിരുന്ന സമയത്ത്, ആത്മീയം എന്താണെന്ന് പോലും അറിയാത്ത സമയത്ത് നീ എന്നെ സ്നേഹിച്ച് എൻ്റെ പിന്നാലെ നടന്ന് നീ എത്രയോ നാളുകൾ പിന്നാലെ നടന്ന് അവസാനം എന്നെ ചാടിപ്പിടിച്ചു എന്നുള്ളതാണ് എൻ്റെ സ്വത്ത്. സ്തോത്രം. മനസ്സിലാകുന്നു? ഇതെല്ലാം ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. എത്രയോ കാലം കർത്താവിൻ്റെ പുറകെ നടന്നു. ഞാൻ കരഞ്ഞ് വിഷാദിച്ച് നടന്നപ്പോൾ കർത്താവ് പുറകെ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അനാഥനാണെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ കർത്താവ് കൂടി ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പനില്ലാത്ത മോനാണെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ കർത്താവ് കൂടി ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. കർത്താവ് പുറകെ നടക്കുകയായിരുന്നു എന്നെ പിടികൂടാൻ, എന്നെ പിടിച്ചെടുക്കാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അഗതിയെപ്പോലെ വലഞ്ഞപ്പോൾ, മനസ്സ് നിരാശപ്പെട്ട് ഒഴുന്നപ്പോൾ, എല്ലാം മ്ലാനമായി തീർന്നപ്പോൾ, ദൈവത്തിന് സ്തോത്രം, എല്ലാം മ്ലാനം വാടിയ മുഖത്തോടെ ഞാനും അമ്മയും പെങ്ങളും ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നപ്പോൾ അന്ന് കർത്താവ് ഉണ്ടായിരുന്നു. കർത്താവ് അതെല്ലാം നോക്കിക്കൊണ്ട് നിശബ്ദനായി നിൽക്കുകയായിരുന്നു. കർത്താവ് ഒരു തക്ക സമയം കിട്ടാൻ കർത്താവ് കാത്തിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ വയസ്സിൽ കർത്താവ് എന്നെ ചാടിപ്പിടിച്ചു. കർത്താവിൻ്റെ കയ്യിൽ ഞാൻ ഒതുങ്ങി, ഞാൻ പിടികൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അറിഞ്ഞല്ല, ഞാൻ മുൻകൂട്ടി കരുതിയല്ല.
ആ സ്നേഹം എന്നെ കടന്നു പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ വാക്ക് ആവർത്തിക്കുകയാണ്, കടന്നു പിടിച്ചു. ഞാൻ തേടി ചെന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ ആവശ്യക്കാരനായിരുന്നില്ല. കാരണം എൻ്റെ നോട്ടത്തിൽ ഞാൻ നീതിമാനായിരുന്നു. എൻ്റെ നോട്ടത്തിൽ ഞാൻ ഒരു കാര്യത്തിൽ കുറ്റമറ്റ നിൽക്കുന്നവനായിരുന്നു. അതുകൊണ്ട് ഞാൻ അപേക്ഷിച്ചില്ല, ആവശ്യപ്പെട്ടില്ല. നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം എൻ്റെ ഹൃദയത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നായിരുന്നു എൻ്റെ വിചാരം. ഞാൻ പാവമൊന്നും ഇല്ലല്ലോ എന്നായിരുന്നു. ഒരു നീതിമാനെ പോലെ, പരീശനെ പോലെയായിരുന്നു ഞാൻ. പരീശൻ. ദൈവത്തിന് സ്തോത്രം. ഓർക്കുമ്പോൾ ചിലപ്പോൾ ലജ്ജ തോന്നും. അന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പുച്ഛമായിരുന്നു. ഇതൊക്കെ അച്ഛന്മാർ ചെയ്യേണ്ട പ്രാർത്ഥന, ഈ മനുഷ്യർ എന്താണ്, ഈ അയ്മേനികൾ എന്തിനാണ് ഇതൊക്കെ ചൊല്ലുന്നതെന്നായിരുന്നു. അവർ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുക എന്താണെന്നായിരുന്നു എൻ്റെ ചിന്ത. തനത് പ്രാർത്ഥന, ധ്യാന പ്രാർത്ഥന എനിക്കിഷ്ടമായിരുന്നില്ല. ഞങ്ങളുടെ പള്ളിയിലെ കൺവെൻഷനിൽ ചിലർ ദൈവമക്കൾ ചിലരിരുന്ന് സ്തോത്രം സ്തോത്രം എന്ന് പറയുമ്പോഴേക്കും എനിക്ക് അവജ്ഞയായിരുന്നു. എനിക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരോട് പുച്ഛമായിരുന്നു. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ, വിദ്യാഭ്യാസമൊന്നുമില്ല, ഇവരെ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഒരു പുച്ഛത്തോടെ നോക്കിയത്. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ഉള്ളിലൊരു മഹാനീതിമാനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴും കർത്താവിൻ്റെ കണ്ണീര് തുടച്ചുകൊണ്ട് എന്നെ ചാടിപ്പിടിച്ചു. എന്നെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന കർത്താവ് എന്നെ ചാടിപ്പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഒന്നുമില്ലായ്മ കണ്ടിട്ടും, ഞാൻ അഹങ്കരിക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് കർത്താവ് ചാടിപ്പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്നോട് മനസ്സിൽ തോന്നി, ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികൊടുക്കാൻ പറ്റുമോ? യേശുവിൻ്റെ കയ്യിലേക്ക് പിടികൊടുക്കാമോ? കർത്താവേ, നാളുകൾ നീ എൻ്റെ പുറകെ നടന്നല്ലോ. ഞാൻ വഴക്കടിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ എൻ്റെ പുറകെ നടന്നല്ലോ. ഭാര്യയുമായി കലമ്പൽ കൂട്ടിയപ്പോൾ നീ എൻ്റെ പുറകെ വന്നല്ലോ. എൻ്റെ കർത്താവേ, ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ച് ഞാൻ ധിക്കാരം പറഞ്ഞപ്പോൾ കർത്താവേ, നീ ദുഃഖിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം ശപിച്ചുകൊണ്ടിരുന്നപ്പോൾ, എനിക്കിതെല്ലാം വന്നു എന്ന് പറഞ്ഞ് ഞാൻ ശപിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ സങ്കടത്തോടെ എൻ്റെ പുറകെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ കർത്താവേ, എന്നെ ഒന്ന് പിടികൂടാൻ ഒരു തക്ക സമയം നോക്കി നീ കാത്തു നിൽക്കുകയായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളിപ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഇന്ന് ഇപ്പോൾ തന്നെ നിൻ്റെ ആണിപ്പാട് കരവിനെ പിടിക്കണമേ എന്ന്, നിൻ്റെ തൃക്കരവിനെ പിടിക്കണമേ എന്ന്, എന്നെ പിടിച്ച് അടുപ്പിക്കണമേ എന്ന്, നിൻ്റെ മുറിഞ്ഞ മാറിലേക്ക് എന്നെ ചേർത്ത് അണയ്ക്കണമേ എന്ന്, നിൻ്റെ തിരുരക്തം എൻ്റെ സിരകളിലൂടെ ഒഴുകുവാൻ നീ മനസ്സറിയണമേ എന്ന്, യേശുവേ, നിൻ്റെ തൃക്കരം എൻ്റെ തലമേലിന്ന് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യാചിക്കണം ദൈവത്തോട്, കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, നാഥ, ഇത്രയും കാലം ഞാൻ പാഴാക്കിക്കളഞ്ഞു. എൻ്റെ പിന്നാലെ ഒരു യാചകനെ പോലെ നടന്നുകൊണ്ടിരുന്ന യേശുവിനെ ഞാൻ കണ്ടില്ല. എൻ്റെ പിന്നാലെ ഒരു അഭയാർത്ഥിയെ പോലെ നടന്ന യേശുവിനെ ഞാൻ കണ്ടില്ല. യേശുവേ, നിനക്ക് ഞാൻ അഭയം തന്നില്ല. എൻ്റെ ഹൃദയത്തിൽ നിനക്ക് ഞാൻ തലയായിപ്പിടം തന്നില്ല. നല്ല കാലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. പ്രായം ഇത്രയും ആരെയായല്ലോ. നല്ല കാലങ്ങളെല്ലാം പോയല്ലോ. കർത്താവേ, ഇനി തുച്ഛ സമയം മാത്രം, അല്പം മാത്രം നേരം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഈ ഉള്ള കാലം ഓരോ നിമിഷവും യേശുനാഥ, നിനക്ക് വേണ്ടി മാത്രമായി ഞാനിത് അർപ്പണം ചെയ്യുന്നു. എനിക്ക് വേറൊന്നും പറയാൻ അറിഞ്ഞുകൂടെ കർത്താവേ. ഈ ആയുസ് നിനക്ക് വേണ്ടി സമ്പൂർണ്ണമായും വേർതിരിക്കപ്പെടുവാൻ ഞാൻ കൊതിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ കുരിശ് ചുവട്ടിലേക്ക് വന്ന് വീഴുന്നു. കർത്താവേ, ന്യായം പറയാൻ എനിക്കൊന്നുമില്ല, അവകാശം പറയാൻ എനിക്കൊന്നുമില്ല. എല്ലാം ലജ്ജാകരമായ കാര്യങ്ങൾ മാത്രം. നടന്ന ജീവിതം മുഴുവൻ ലജ്ജാകരമായ വഴികൾ. ഞാൻ അഹങ്കാരത്തോടെ ജീവിച്ചതല്ല, ലജ്ജാകരമായ കാര്യങ്ങൾ. ഞാൻ ചെയ്തതും നിരൂപിച്ചതും പ്രവർത്തിച്ചതും കർത്താവേ, ഞാൻ പറഞ്ഞതുമെല്ലാം ലജ്ജാകരമായ സ്വഭാവം. എൻ്റെ കർത്താവേ, എന്നാൽ ഇന്നിതാ ഞാൻ വരുന്നത് ഒരു യാചകനെ പോലെയാണ്. കർത്താവേ, ദരിദ്രനെ പോലെയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇതാ ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. നിൻ്റെ ആ മുറിഞ്ഞ പാദത്തിലേക്ക് വന്ന് ആ പാദം ഞാൻ കെട്ടിപ്പിടിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സെൽഫ് റൈറ്റിയസ്നെസ്സിനോട് ഞാൻ യാത്ര പറയുന്നു, സ്വയനീതിയോട് ഞാൻ യാത്ര പറയുന്നു. കർത്താവെ, കൊടുങ്കാറ്റ് പോലെ എൻ്റെ മേൽ ആഞ്ഞടിച്ച് വീശി എന്നെ തകർത്ത് കളയുന്ന ഈ സ്വയം നീതിയെ കർത്താവേ, നീ ഇപ്പോൾ തകർത്ത് തരണമേ. കർത്താവേ, എൻ്റെ ജീവനുള്ള ദൈവമേ, എന്നെ തകർക്കുന്ന സ്വയം നീതിയെ യേശുവെ നീ തകർത്ത് തരണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഈ സ്വയം നീതിയുടെ കൊടുങ്കാറ്റിൽ ഞാനിത് ആടി ഉലയുന്നു. കർത്താവേ, എൻ്റെ ആത്മീയ ജീവിതം പാഴായി പോകുന്നു. കർത്താവേ, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ നല്ല വശങ്ങളെല്ലാം പാഴായി പോകുന്നു. നല്ലവനെ യേശുവേ, നീ ഇപ്പോൾ കടന്നു വന്ന് എൻ്റെ എല്ലാ സ്വയനീതീകരണത്തെയും തകർക്കണമേ. സ്വന്തം നീതിയെ തകർത്ത് കളയണമേ. എന്നെ നീ ഒന്ന് വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് യാചിക്കണം. കർത്താവേ, നിങ്ങൾ തുറന്നു പറയണം, കർത്താവേ, അഭിമാനാർഹമായി ഒന്നുമില്ല.
സ്തോത്രം. പ്രശംസാർഹമായി ഒന്നുമില്ല കർത്താവേ, എനിക്ക് തന്നെ തന്നെ തൃപ്തിപ്പെടാൻ പറ്റിയതായി ഒന്നുമില്ല. എല്ലാം 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 പൂജ്യം മാത്രം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വിദ്യാഭ്യാസം പൂജ്യം, എൻ്റെ മക്കൾ പൂജ്യം, എൻ്റെ കുടുംബം പൂജ്യം, എൻ്റെ തലമുറ പൂജ്യം, എൻ്റെ കർത്താവേ എൻ്റെ പാരമ്പര്യം പൂജ്യം, കർത്താവേ എൻ്റെ ആരോഗ്യം പൂജ്യം, എല്ലാം എല്ലാം പൂജ്യം. എന്നാൽ യേശുവേ, നീ ഒരാൾ വന്നാൽ ഈ പൂജ്യത്തിനെല്ലാം വിലയുണ്ടാകും നീ അറിയുന്നു. ഒന്നിട്ടതിന് ശേഷം ഒരു പൂജ്യം വന്നാൽ 10 ആകും, ഒന്നിട്ടതിന് ശേഷം 2 പൂജ്യം വന്നാൽ 100 ആകും. ഈ പൂജ്യങ്ങളെല്ലാം അതിൻ്റെ മുൻപ് യേശുവേ നീ ഒന്ന് വരണമേ, നീ ഒന്ന് വന്ന് ഈ പൂജ്യങ്ങളുടെ മുമ്പിൽ കയറി നിൽക്കണമേ. ഹല്ലേലൂയ. എന്നെ നീ വിലയുള്ളവനാക്കി തീർക്കണമേ, എന്നെ നീ മാന്യനാക്കി തീർക്കണമേ. എൻ്റെ പാവങ്ങളൊന്നും ഓർക്കല്ലേ, എൻ്റെ സ്വയം നീ തകർത്ത് കളയണമേ. എന്നെ ഒരു ആത്മാവിൽ എൻ്റെ കർത്താവെ ദരിദ്രനാക്കി തീർത്ത് അത്ഭുതകരമായ സന്തോഷവും സമാധാനം തന്ന് എന്നെ നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ സ്വയനീതി ഉടഞ്ഞു, ഇയ്യോബിൻ്റെ സ്വന്തം നീതി തകർന്നു. കർത്താവിന് സ്തോത്രം. അതിന് പിന്നെ വന്ന കൊടുങ്കാറ്റ് 38-ാം അധ്യായം ആദ്യ ഭാഗം വായിക്കുമ്പോൾ കാണാം. പിന്നെ ഒരു കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് വന്നു. 38-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തെന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഒരുവനാർ? നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറക. ദൈവത്തിന് സ്തോത്രം. ഇതാ വേണ്ട അടുത്തൊരു ചുഴലിക്കാറ്റ്, അടുത്ത ചുഴലിക്കാറ്റ്. ആ ചുഴലിക്കാറ്റ് നിത്യനായ ദൈവത്തിൻ്റെ വചനമാണ് ചുഴലിക്കാറ്റ്. ദ ടെമ്പസ്റ്റ് ഓഫ് ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൊടുങ്കാറ്റ്. ദ ടെമ്പസ്റ്റ് ഓഫ് ദി ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൊടുങ്കാറ്റ്. ഈ യോവിൻ്റെ വാദങ്ങളെല്ലാം കേട്ടുകൊണ്ട് ദൈവം നിൽക്കുകയായിരുന്നു. എല്ലാം മൗനമായി കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. സ്വന്തം അവകാശവാദങ്ങളും സ്വന്തം നീതീകരണങ്ങളും സ്വന്തം ന്യായങ്ങളും നീതികളും എല്ലാം അങ്ങനെ യോവ് പറയുന്നത്, സഹോദരന്മാരോട് പറയുന്നതെല്ലാം, ആ സ്നേഹിതന്മാരോട് പറയുന്നതെല്ലാം എല്ലാം കർത്താവ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. ചുഴലിക്കാറ്റിൽ യഹോവ ചുഴലിക്കാറ്റിൽ യോവിനോട് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൊടുങ്കാറ്റ് വീശി. സ്തോത്രം. എന്തെല്ലാം നൂലാമാലകളുണ്ടെങ്കിലും ഏതെല്ലാം തരത്തിൽ അലങ്കോലങ്ങളുണ്ടെങ്കിലും ഈ വചനത്തിൻ്റെ കൊടുങ്കാറ്റ് വീശിയാൽ താഴും. വചനത്തിൻ്റെ കൊടുങ്കാറ്റ് വീശിയാൽ നാം വീഴും. വചനത്തിൻ്റെ കൊടുങ്കാറ്റ്. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വചനം നിങ്ങളെ വീഴിക്കണം, വചനം നിങ്ങളെ തളർത്തണം, വചനം നിങ്ങളെ കുനിയിക്കണം. സ്തോത്രം. വചനത്തിന് മുമ്പിൽ കുനിയണം, വചനത്തിന് മുമ്പിൽ താഴണം. വചനം, ദൈവത്തിൻ്റെ വചനം, ഈ ജീവനുള്ള വചനം, ജീവിപ്പിക്കുന്ന വചനം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ദൈവത്തിൻ്റെ വചനം. എബ്രായർ 4:12. ദൈവത്തിൻ്റെ വചനം വായിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. സകലവും ദൈവത്തിന്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. എല്ലാം കർത്താവിനറിയാം. അവൻ ഉൾപ്പുകളെ ശോധന ചെയ്യുന്നവനാണ്. അവൻ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ്. അവൻ സകലവും അറിയുന്നു, രഹസ്യവും പരസ്യവും അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നത്. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായി ഈ ഭൂമിയിൽ പിറന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കണം. ഒന്നും യാദൃച്ഛികമല്ല. സ്നേഹിത, നീ ഈ ഭൂമിയിൽ പിറന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. മോളെ, നീ ഈ ഭൂമിയിൽ പിറന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ജീവനുള്ള ദൈവത്തിന് നിന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട്. നിന്നിൽ കൂടി ചില കാര്യങ്ങൾ നിവർത്തിക്കാനുണ്ട്. അത് നിന്നിൽ കൂടി മാത്രമേ നിവർത്തിക്കാൻ പറ്റുകയുള്ളൂ. വേറെ ആരെയും ഏൽപ്പിക്കാവുന്ന കാര്യമല്ല. നിന്നെ ഒരാളിൽ, നിങ്ങളിപ്പോൾ മനസ്സിലാകുന്നില്ല, മോനെ, നീ ഒരാളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. നീ നിന്ന് കൊടുത്തില്ലെങ്കിൽ കർത്താവിൻ്റെ പദ്ധതികൾ പാളിപ്പോകും. നീ അതിന് വിധേയപ്പെട്ട് കൊടുത്തില്ലെങ്കിൽ കർത്താവിൻ്റെ പദ്ധതികളെല്ലാം പരാജയപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. പിശാച് ജയിക്കും. ഒരിക്കലും ഇട കൊടുക്കരുത്.
കർത്താവേ, എന്നെ നീ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഇത്രയും വർഷങ്ങൾ നീ ഈ ഭൂമിയിൽ നിന്നെ പരിപാലിച്ചു. കർത്താവേ, എനിക്ക് ഇത്ര വയസ്സായി. ഈ പ്രായത്തിനിടയ്ക്ക് ഏതെല്ലാം അനേകം കാര്യങ്ങൾ വന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പോഴെല്ലാം കർത്താവേ, നീ എല്ലാം കണ്ടുകൊണ്ടിരുന്നു, നീ എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് ആത്മീയമായും ഭൗതികമായും എല്ലാ വിധത്തിലും നഷ്ടം വരുത്താൻ പിശാച് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ കർത്താവേ, നീ എനിക്ക് വേണ്ടി കരുതി. അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ ജീവിച്ചു. പണ്ടേ ആയുസ് തട്ടിക്കൊണ്ടുപോകാൻ പിശാച് നോക്കിയതാണ്. എന്നാൽ നീ എനിക്ക് പിന്നെയും ആയുസ് നീട്ടി തന്നു. എനിക്കൊരു അലവൻസ് പീരീഡ് തന്നു. അത്രയേ ഉള്ളൂ കർത്താവേ. എനിക്ക് ഒരു ഡിസ്കൗണ്ട് തരുന്നത് പോലെ ഒരു അലവൻസ് തന്നു. എനിക്ക് അത്രയേ ഉള്ളൂ. എന്നാൽ നീ എനിക്ക് ആയുസ് നീട്ടി തന്നു. കർത്താവേ, നീ എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ എന്തെല്ലാം എന്നെക്കുറിച്ച് പ്രതീക്ഷിച്ചുവോ ആ പ്രതീക്ഷകളെല്ലാം നിറവേറ്റുവാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ പ്രതീക്ഷകൾ, നിൻ്റെ പദ്ധതികളെല്ലാം നിറവേറ്റുവാനായി എൻ്റെ ആയുസ് നിനക്ക് ഇതായി ഞാൻ വിട്ടുതരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതം ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ചുഴലിക്കാറ്റിൽ യോബിനോട് ദൈവം സംസാരിച്ചു. ചുഴലിക്കാറ്റ്, ഭയങ്കരമായ ചുഴലിക്കാറ്റ് വീശുന്നു. ഓർത്തു, ഇനിയും എന്ത് ചുഴലിക്കാറ്റാണ്. അന്ന് ചുഴലിക്കാറ്റ് വീശി വീടൊക്കെ തകർത്തു, മക്കളെയും കൊണ്ടുപോയി, എല്ലാം പോയി. ഇനി ഏത് ചുഴലിക്കാറ്റാണ്? പയ്യൊന്ന് പുഞ്ചിരിച്ചെന്ന് തോന്നുന്നു. ചുഴലിക്കാറ്റിനോട് പേടിക്കണ്ടേ? പയ്യെ പുഞ്ചിരിച്ചു. എന്ത് പുഞ്ചിരിക്കാൻ കാരണം? ഇനി എന്നാ പോകാനുള്ളത്? എല്ലാം പോയി. ഇനി എന്ത് പോകാനാ? ചുഴലിക്കാറ്റ് വീശി എന്നാ പോകാനുള്ളത്? എല്ലാം പോയില്ലേ? ഒരു സന്തോഷത്തിൽ നല്ല ചിരി, പക്ഷേ ഉള്ളിൽ ഉള്ള വിതുമ്പലിൻ്റെ വേറെ ഛായ, ഒരു പുഞ്ചിരി. പക്ഷേ ഒരു കാര്യം ചെയ്തു. കയ്യിലൊരു ഓട്ട് കഷ്ണമുണ്ടല്ലോ, മുറുകെ പിടിച്ചു, നല്ലപോലെ മുറുകെ പിടിച്ചു. കാരണം ഇത് പോയാൽ പറ്റില്ല. ഇനി ഇത് പോയാൽ പിന്നെ എങ്ങനെ എന്തുകൂടാത്ത ചുരണ്ടേണ്ടത്? ശരീരത്തിൽ അവിടെ വ്രണമുള്ളതിൻ്റെ ഭാഗത്ത് ചൊറിച്ചിൽ മാറ്റാൻ ചുരണ്ടാൻ പിന്നെ ഇതുകൂടി പോയാൽ എന്ത് ചെയ്യും? ആകെ സ്വത്ത് ഇനി ഇതേ ഉള്ളൂ. സ്വത്ത് പോയി, മക്കൾ പോയി, എല്ലാ ആടുമാടുകൾ പോയി, ദാസ്യദാസന്മാർ പോയി, ഒട്ടകങ്ങളും കഴുതുകളും പോയി, എല്ലാം പോയി, ഭാര്യയും പോയി. കൂട്ടുകാരുണ്ടായിരുന്നു, അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഇനി ആകെ എനിക്ക് അനുകൂലമായിട്ട് ആകെ ഈ സാധനമുണ്ട്. ഇതാണത്, ഈ ചെറിയ ഓട്ടും കഷ്ണം മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കർത്താവ് ഈയോട് സംസാരിച്ചു. അല്പം ഗൗരവത്തിലാണ് കർത്താവ് സംസാരിക്കുന്നത്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഈ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് ചുഴലിക്കാറ്റിന് മുന്നിൽ പതറിയിരിക്കുന്നവർ, നിങ്ങളുടെ കർത്താവ് ഈ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: മക്കളെ, നിങ്ങൾ പതറണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ചുഴലിക്കാറ്റുകൾ ശാന്തമാക്കാൻ ഞാൻ മതിയായവനാണ്. നിങ്ങളുടെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാൻ ഞാൻ മതിയായവനാണ്. മോനെ, നിൻ്റെ നിരാശ മാറ്റാൻ ഞാൻ മതിയായവനാണ്. മകളെ, നിൻ്റെ കുടുംബത്തിലെ അലോഹ്യങ്ങൾ മാറ്റാൻ ഞാൻ മതിയായവനാണ്. നിൻ്റെ മക്കളുടെ ദുസ്വഭാവം മാറ്റാൻ ഞാൻ മതിയായവനാണ്. മോനെ, നിൻ്റെ രോഗത്തിൻ്റെ ഭീകരത മാറ്റിത്തരാൻ ഞാൻ മതിയായവനാണ്. നിങ്ങൾ എന്നെ ഒന്ന് നോക്കൂ. കുരിശിൽ പിടയുന്ന എൻ്റെ മുഖത്തേക്ക് നോക്കൂ. എൻ്റെ പുറം ഒഴുചാൽ പോലെ കയറുകയും കന്നത്തടിയേറ്റ് അങ്ങ് മുഖത്ത് രോമകൂപങ്ങളിൽ നിന്ന് രക്തം പിഴുതെടുത്തുകൊണ്ട് രക്തം തുളിച്ചു നിൽക്കുകയും ചെയ്യുന്ന എൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ. നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഈ വേദന സഹിച്ച് നിൽക്കുന്ന എന്നെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. കാരണം അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയതുമില്ല. ഈ എളിവെന്നിൽ വിളിച്ചു യഹോവ കേട്ടു, അവൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഹൃദയം നിറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്ന് രക്ഷിക്കുന്നു. യഹോവ നല്ലവൻ നിരൂപിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സ്തോത്രം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കൂ. അവിടെ തന്നെ ശ്രദ്ധയോടെ നോക്കൂ. സ്വന്തം നീതിയിലേക്ക് നോക്കണ്ട. ഒന്നുമില്ല, എല്ലാം പൂജ്യം. നേടിയെന്ന് തോന്നുന്നതെല്ലാം ഒന്നും നേടിയില്ല, എല്ലാം വ്യർത്ഥം. കർത്താവേ, ഈ ഒന്ന് മാത്രം, ഒറ്റയ്ക്കൊരാശ മാത്രം. ഈ ഭൂമിയിലെ ആയുസ് തീരുന്നതിന് മുൻപ് നിന്നെക്കുറിച്ച് എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം നിറവേറ്റി ഒരു പൂർണ്ണ പരിശുദ്ധനായി, ഒരു പൂർണ്ണ വിശുദ്ധനായി യേശുവേ, നിൻ്റെ രണ്ടാമത്തെ എൻ്റെ കാഹളത്തിന് കേൾക്കുമ്പോൾ എനിക്ക് സ്തുതിയുടെ ചിറകിൽ പറന്നുയരണം. വേറെ ഒന്നും ആശയില്ല. കർത്താവേ, നീ എന്നെക്കുറിച്ച് വെച്ചിരിക്കുന്നത് ആശകളെല്ലാം നിറവേറ്റി, നിൻ്റെ പദ്ധതികളെല്ലാം നിർവഹിച്ച്, നാഥ, നിൻ്റെ കാഹളത്തിന് കേൾക്കുമ്പോൾ പറന്നു പോകാൻ ഒരുങ്ങി യേശുവേ, പാത്രത്തിൽ കൂടി എണ്ണ കരുതിക്കൊണ്ട് അങ്ങനെ കാത്തിരിക്കുവാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. യേശു വീണ്ടും വരും. ആ തിരക്തം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ, ആ തിരക്തം നിങ്ങളെ കഴുകട്ടെ. വീണ്ടും വരുന്ന യേശുവിൻ്റെ ശരീരത്തിലേക്ക് പറന്നു പോകാൻ നിങ്ങൾ ഒരുങ്ങുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം കരങ്ങളിലേക്ക് കൊടുക്കുക. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ സ്നേഹിക്കുന്ന നിസ്തുല സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തരുന്ന വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
ഇപ്പോൾ കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. കടത്തിൽ വീർപ്പുമുട്ടുന്നവർക്ക് ഒരു ആശ്വാസം കൊടുക്കണമേ കർത്താവേ. മനസ്സ് പതറിയിരിക്കുന്നവർക്ക് ധൈര്യം കൊടുക്കണമേ കർത്താവേ. പഠിക്കാൻ ബുദ്ധിയില്ലാത്തവർക്ക് പഠിക്കാനുള്ള കഴിവ് കൊടുക്കണമേ കർത്താവേ. ശോഭനമായ ഭാവി കാലം നേടുവാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. കുടുംബങ്ങളിൽ സമാധാനം അയക്കണമേ. സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കൾക്ക് സമാധാനം കൊടുക്കണമേ. വീട്ടിൽ അപ്പനെയും അമ്മയും അനുസരിക്കാതെ പോകുന്ന മക്കൾക്ക് നല്ല പാഠങ്ങൾ കൊടുക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. രണ്ടാമത്തോടു വേണ്ടി ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.